കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങളിത് എന്റെ വീട്ടിലേക്കാണ് ട്ടോ വന്നത്. കല്യാണമൊക്കെ അറ്റൻഡ് ചെയ്ത് അടിച്ചു പൊളിച്ച് എന്റെ ഫ്രണ്ട്സ് ഇതേ തിരിച്ചു പോവാണ്. അപ്പുവും അശ്വതിയും 1 വീക്കായിട്ട് എന്റെ ഒപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവര് എൻഗേജ്മെന്റ് കഴിഞ്ഞ് പോയിട്ട് പിന്നെ കല്യാണത്തിന്റെ തലേ ദിവസമാണ് ട്ടോ എത്തിയത്. എന്റെ കല്യാണ പരിപാടികളിലെല്ലാം എന്റെ കൂടെ ഇവർ ഉണ്ടായിരുന്നു ട്ടോ. പഠിക്കുമ്പോൾ തൊട്ടേ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഇവർക്ക് അറിയാം. അതുകൊണ്ട് അക്ഷയായിട്ട് ഇവര് നല്ല കമ്പനിയാണ്. ക്രിസ്ത്യൻ കൃഷ്ണനും അക്ഷയുടെ ബെസ്റ്റ്മാൻ ആയിരുന്നു ട്ടോ കല്യാണത്തിന്. അങ്ങനെ അവർ രണ്ടുപേരാണ് ട്ടോ ആദ്യം ഇറങ്ങിയത്. അപ്പുവിന്റെ ഫ്ലൈറ്റ് രാത്രിയാണ് ട്ടോ. അപ്പൊ അതിന് മുന്നേ എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് കരുതി. അങ്ങനെ അവരെ കൂട്ടി ഞങ്ങൾ കടമക്കുടിയിലേക്ക് വിട്ടിട്ടോ. ഇവരിവിടം വരെ വന്നിട്ട് കടമക്കുടി കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ? കുറച്ചു നേരം അവര് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരുന്നിട്ടോ. പിന്നെ പെട്ടെന്നൊരു തോന്നല് എന്നാ ഷാപ്പിൽ പോയാലോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, ദൂരെ കണ്ട ആ കെട്ടുകളുടെ നടുക്കുള്ള ഷാപ്പിലേക്ക് അങ്ങനെ നടന്നു. ഇവിടുത്തെ കള്ളിനെ പറ്റി വലിയ എക്സ്പെക്ടേഷൻസ് ഒന്നും എനിക്ക് ഉണ്ടായില്ല. ബട്ട് കറി ടേസ്റ്റ് ചെയ്യാലോ എന്ന് കരുതിയാണ് കേട്ടോ നമ്മൾ പോയത്. കള്ള് പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയ രസമൊന്നും ഇല്ലായിരുന്നു, കറി കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് സൺസെറ്റ് ഒക്കെ കണ്ട് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടോ. അപ്പോഴേക്ക് അച്യുതിക്ക് പോകാനുള്ള ടൈമായി. അങ്ങനെ അവളെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങളും ഇറങ്ങി. പോകുന്ന വഴിക്ക് അധീരനെ ഡ്രോപ്പ് ചെയ്ത് പിന്നെ നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. ആലു എത്തിയപ്പോഴേക്കും എനിക്ക് അപ്പൂന് അൽത്താസ ഷവർമ കഴിക്കാൻ ഒരു കൊതി. അങ്ങനെ അവിടെ ഇറങ്ങി ഷവർമ വാങ്ങിച്ചിട്ടാണ് ട്ടോ പിന്നെ എയർപോർട്ടിലേക്ക് പോയത്. അവിടെ എത്തിയപ്പോഴേക്കും ഞാൻ കുറച്ച് ഇമോഷണൽ ആയ കാര്യം, 1 വീക്ക് ഇവർ എന്റെ ഒപ്പം ഉണ്ടായിരുന്നല്ലോ. കല്യാണത്തിന്റെ ആ ഒരു ഡേയ്സിലൊക്കെ എന്നെ ഒത്തിരി ഇവര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഗേൾസിന് മനസ്സിലാവും കല്യാണത്തിന്റെ സമയത്തൊക്കെ നമുക്ക് കുറെ ഇമോഷൻസ് നമ്മുടെ ഉള്ളിലുണ്ടാവും. ആൻഡ് ആ ഒരു ടൈമിൽ ഞാൻ മെന്റലി ഡൗൺ ആയപ്പോഴേക്കും എന്നെ ഇമോഷണലി സപ്പോർട്ട് ചെയ്തത് ഇവരാണ് ട്ടോ, എന്റെ ഫാമിലിയുടെ ഒപ്പം നിന്ന്. അങ്ങനെ അപ്പൂനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ നേരെ പോന്നിട്ടോ. അപ്പൊ ഗൈസ് ഇനി അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ.